വയനാട്ടിലേക്കുള്ള ആദ്യകാല കുടിയേറ്റത്തിന്റെ ചരിത്രമുള്ള മേഖലയാണ് മുള്ളൻകൊല്ലി. ഇവിടെ നിന്ന് തെക്കൻ ജില്ലകളിലേക്ക് KSRTCയുടെ ദീർഘദൂര സർവീസുകളുണ്ട്. മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടും KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കാൻ നടപടിയായില്ലെന്ന പരാതിയുണ്ട് അവിടെയുള്ള നാട്ടുകാർക്ക്. മുള്ളൻകൊല്ലി കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നുമെല്ലാം കുടിയേറിപ്പാർത്ത മനുഷ്യർ നിർമ്മിച്ചെടുത്ത ഭൂപ്രദേശം. എങ്ങനെയാണോ പുൽപ്പള്ളിയും അതുപോലെ നടവയലും രൂപപ്പെട്ടത്, അതേ ചരിത്രം തന്നെയാണ് മുള്ളൻകൊല്ലിക്കുമുള്ളത്. ഇവിടെ നിന്ന് തെക്കോട്ടുള്ള യാത്രകളിൽ പ്രധാനമാണ് KSRTC. കാര്യങ്ങൾ ഈ വിധമെങ്കിലും ഇവിടെ ഒരു KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 1 ഏക്കർ സ്ഥലം പഞ്ചായത്ത് വില കൊടുത്തു വാങ്ങി. 1 ഏക്കർ സ്ഥലം സെന്റ് തോമസ് ഫൊറോന ദേവാലയം സൗജന്യമായി കൈമാറി. ഇവിടെ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കാനായിരുന്നു തീരുമാനം. 50 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് യാർഡ് നിർമ്മാണം പൂർത്തിയാക്കി. KSRTC ജീവനക്കാർക്ക് താമസിക്കാനായി 2 കെട്ടിടങ്ങൾ നിർമ്മിച്ചു. നിയമസഭയിൽ IC ബാലകൃഷ്ണൻ MLA ഓപ്പറേറ്റിംഗ് സെന്ററിനായി ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഇത് യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ്. പുൽപ്പള്ളി മേഖലയിൽ KSRTC ആരംഭിക്കാമെന്ന് പറഞ്ഞ ഡിപ്പോ ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയും അവരുടെ യാത്രാ സൗകര്യങ്ങൾ വിലക്കുന്നതിനും തുല്യമാണ്. പ്രതികാര നടപടി എന്ന പോലെയാണ് ഗവൺമെന്റ് ഈ പെരിക്കല്ലൂർ ഡിപ്പോയെ കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഒരു ഇടപെടലുണ്ടായി അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. 2016 ഈ സ്ഥലം ഓപ്പറേറ്റിംഗ് സെന്റർ തുടങ്ങാമെന്നുള്ള വ്യവസ്ഥ പ്രകാരമാണ് പള്ളി 2 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കുകയും അങ്ങനെ ഈ ഹാർഡും റോഡും ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം ഇതുവരെ ഈ 2025 കഴിയാൻ പോയത്. അതിനുശേഷം ഇതുവരെ സർക്കാർ ഏറ്റെടുക്കുകയോ KSRTCക്ക് കൈമാറുകയോ ചെയ്തിട്ടില്ല. കോവിഡിന് മുമ്പ് 20ഓളം ദീർഘദൂര സർവീസുകൾ ഉണ്ടായിരുന്നു മുള്ളൻകൊല്ലിയിൽ നിന്ന്. ഇപ്പോൾ അത് നേർപകുതിയായി കുറഞ്ഞിട്ടുണ്ട്. ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യമായാൽ ബാംഗ്ലൂരുവിലേക്കുള്ള എളുപ്പവഴിയായി ഈ മേഖല മാറും. ഇതൊക്കെ സാധ്യമാക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകണം. അതിനുള്ള ആദ്യ കടമ്പയാണ് KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. മുള്ളൻകൊല്ലിയുടെയും പുൽപ്പള്ളിയുടെയും എല്ലാം വേരുകൾ പടർന്നിരിക്കുന്നത് തെക്കൻ ജില്ലകളിലേക്കാണ്. ഇവിടെ നിന്നുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് പള്ളി തന്നെ 1 ഏക്കർ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത്. KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന ഈ നാടിന്റെ ആവശ്യത്തിനു മുന്നിൽ സർക്കാർ കണ്ണു തുറന്നേ പറ്റൂ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.